ഞാനൊരു ക്രിസ്ത്യനാണ്. വളരെ റിലീജിയസ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫും ടീച്ചിങ്സും പിന്നെ എൻ്റെ ലൈഫിൽ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള നാച്ചുറലായിട്ടുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും സംസാരിക്കാനുമായിട്ടാണ് ഈ പാട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്തെ 4ാമത്തെ പാട്ട് തുടങ്ങുന്നത്. ഇതാണ് ഈ ബുക്കിലെ ഏറ്റവും വലിയ പാട്ടും. ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ്, ദൈവം തന്നെ മനുഷ്യപുത്രനായിട്ട് വന്നു. അതും കിങ്ങായിട്ടല്ല വന്നത്, ഒരു റൂളറായിട്ടല്ല വന്നത്, ഒരു സാധാരണ മനുഷ്യനായിട്ട്. എന്തിന്? അദ്ദേഹം ജീവിതം അതേ കണക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്തു. എങ്ങനെയായിരുന്നു വന്നത്? സ്വന്തം ജീവിതത്തിൽ കംപ്ലീറ്റായിട്ട് ഓണസ്റ്റായിട്ട് ഓതൻറ്റിക്കായിട്ട് പ്യുവറായിട്ട് ജീവിച്ചു. ഇതിനകത്ത് താൻ ദൈവമാണെന്ന് അറിഞ്ഞിരുന്നിട്ട് പോലും, സ്വന്തമായിട്ട് അറിവുണ്ടായിരുന്നു, എന്നിട്ട് പോലും സ്വന്തം ഡിവൈൻ പവർ ഒരിക്കൽ പോലും ജീവിതത്തിൽ തനിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. കുരിശുമരണ സമയത്ത് പോലും, അത്രയും വേദന നിറഞ്ഞ ഒരു മരണസമയത്ത് പോലും സ്വന്തം പവർ ഉപയോഗിച്ച് രക്ഷപ്പെടാനൊന്നും നോക്കിയില്ല. സ്വന്തം ജീവിതം അതേ കണക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്തു. എന്താണോ വന്നത് അതേ കണക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്തു. തനിക്ക് സത്യമായിട്ട് ജീവിച്ചു, പ്യുവറായിട്ട് ജീവിച്ചു. എന്തിന്? എന്തായിരുന്നു ജീസസ് ക്രൈസ്റ്റ് ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ നോക്കിയത്? എന്തായിരുന്നു അങ്ങനെ ജീവിച്ചതിൻ്റെ ഉദ്ദേശം? എന്ത് മാതൃക തരാനാണ് യേശു ക്രിസ്തു നോക്കിയത്? അപ്പോൾ ഇതാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിനകത്ത് പറയുന്നത്, നമുക്ക് ഇതിനുള്ള ഉത്തരം ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനുള്ള ഉത്തരം അതിനകത്തുണ്ട്. നമ്മൾ ആരാണ്? നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്? നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുവിധ ക്വസ്റ്റ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും, ലൈഫിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ നമുക്കുണ്ടോ അതിനുള്ള ഉത്തരങ്ങൾ തരാനായിട്ടാണ് ദൈവം മനുഷ്യപുത്രനായിട്ട് വന്ന് സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച് മരിച്ച് എല്ലാം ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ കാണിച്ചു തന്നത്. സ്വന്തം ജീവിതത്തിൽ സ്വന്തം പവർ അറിഞ്ഞിട്ട് പോലും ഒന്നും ഉപയോഗിക്കാതെ തനിക്ക് ട്രൂ ആയിട്ട് പ്യുവറായിട്ട് ജീവിച്ചു, ജനിച്ചു, മരിച്ചു. എന്തായിരുന്നു ഈ ലൈഫ് കൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്? ഒരിക്കലും യേശുക്രിസ്തു വന്നത് ഇവിടെ ഒരു പുതിയ റിലീജിയൻ ഉണ്ടാക്കാനല്ല, മാതൃകയാവാനായിരുന്നു. ബൈബിളിലും പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, ജീവിതം മാതൃകയാക്കി കാണിച്ചു തന്ന, വെറും വാക്കുകളല്ല, ജീവിതം മാതൃകയാക്കി കാണിച്ചു തന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. തനിക്ക് സത്യമായിട്ട് ജീവിച്ചു, പ്യുവറായിട്ട് ജീവിച്ചു. എന്താണ് യേശുക്രിസ്തു സ്വന്തം ജീവിതം വഴി നമ്മളെ കാണിച്ചു തരാൻ നോക്കിയ സത്യം? ജീവിതത്തിൽ സത്യം മാത്രം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലേ? നമ്മൾ കേട്ടത് രീതികൾ മാറിപ്പോയായിരിക്കും, നമ്മൾ മനസ്സിലാക്കിയ രീതികൾ മാറിപ്പോയായിരിക്കും, നമുക്ക് പറഞ്ഞു തന്ന രീതികൾ മാറിപ്പോയി കാണും. അങ്ങനെയായിരിക്കും സത്യങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വന്നേക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു എപ്പോഴും സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലാർക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഏത് റിലീജിയൻ എടുത്താലും എല്ലാവർക്കും പറയാനുള്ളത് അത് തന്നെ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് സത്യമായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് യേശുക്രിസ്തു. എന്നിട്ട് നമുക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അന്നും പലർക്കും പറ്റിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ക്രിസ്ത്യാനിറ്റിക്കും ആ സത്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം. കാര്യം യേശു പഠിപ്പിച്ചത് ഒരിക്കലും പുറത്തുള്ളൊരു ശക്തിയെ ദയവായി കണ്ട് പ്രാർത്ഥിക്കാനല്ലെന്നില്ല. എല്ലാം കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു. നമ്മുടെ ഉള്ളിലാണ് ദൈവരാജ്യം എന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തു സംസാരിച്ചതെല്ലാം സിംബോളിക്കായിട്ടാണ്, ഒന്നും ഡയറക്റ്റ് ആയിരുന്നില്ല. കാര്യം ഇത് നമ്മളുടെ ഉള്ളിലുള്ള സത്യം ഇത് കണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കി, ആ സത്യം മനസ്സിലാക്കിയെടുക്കണം. കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണ്. ഈ ലോകത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ട് നമ്മളെല്ലാം കരുതുന്ന ഏറ്റവും വലിയ ശക്തി നമ്മൾ വിചാരിക്കുന്ന ആ എനർജിയാണ്. അപ്പോൾ അതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് എളുപ്പമാക്കി തരില്ല. അത് നമ്മളായിട്ട് തന്നെ കണ്ടെത്തേണ്ടതാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല
നമ്മുടെ ജീവിതം നമ്മളെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് പല രീതിയിലാണ്, പല ഷേപ്പിലാണ്, പല രൂപത്തിലാണ്. നമ്മളുടെ ഉള്ളെന്ന് പറഞ്ഞാൽ എത്രത്തോളം ശുദ്ധമാണെന്നുള്ളത് നമുക്ക് തന്നെ അറിഞ്ഞിടാത്തൊരു കാര്യമാണ്. ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇത്രയാണെന്ന് വിചാരിക്കും, പിന്നെയും പിന്നെയും നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് തന്നെ അറിയാം. നമുക്ക് ബാക്കിയുള്ളവരോട് എത്ര പ്രിറ്റൻഡ് ചെയ്ത് നമുക്ക് കാണിച്ചാലും ബാക്കിയുള്ളവരെ പറ്റിക്കാൻ പറ്റില്ല. നമുക്ക് പറ്റിക്കാൻ പറ്റാത്ത, നമുക്ക് നമ്മളെ തന്നെ പറ്റിക്കാൻ പറ്റാത്ത ഒരു മനസാക്ഷിയുണ്ട് നമ്മുടെ ഉള്ളിൽ. നമുക്ക് ആർക്കും ഒളിക്കാൻ പറ്റാത്തൊരു സ്ഥലം. അവിടെ നമുക്കൊന്നും കള്ളം പറയാനില്ല, ഒന്നും ഒളിക്കാനില്ല. അവിടെ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലർക്കും പേടിയാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ ഇരിക്കാൻ, സംസാരിക്കാൻ. ഒറ്റയ്ക്കിരിക്കാൻ പലർക്കും പേടിയാണ്. കാര്യം ഒറ്റയ്ക്കിരിക്കുമ്പം നമ്മളെ തന്നെ കാണാൻ തുടങ്ങും. അത് കാണാൻ പലർക്കും പേടിയാണ്. റെസ്പോൺസിബിലിറ്റി സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ പലർക്കും പേടിയാണ്. അതുകൊണ്ട് പലർക്കും ഇഷ്ടം ഈ ശക്തി എൻ്റെ ഉള്ളിലല്ല എന്ന് പറഞ്ഞ് പുറത്ത് കൊടുക്കാനാണ് ഇഷ്ടം. അപ്പം നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ, ഇതൊന്നും എൻ്റെ കുഴപ്പമില്ല, എൻ്റെ വിധിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്വന്തമായിട്ട് ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാനാണ് എൻ്റെ ലൈഫിൻ്റെ ഉത്തരവാദി, അല്ലെങ്കിൽ ഐ ആം ദ വൺ എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അതൊരു ബർഡനായിട്ടും തോന്നാം, ബ്ലെസ്സിങ് ആയിട്ടും തോന്നാം. ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നൊരു സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ റെഡി ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് തോന്നത്തുള്ളൂ. അല്ലാത്തുള്ളവർക്ക് അതൊരു ബർഡനായിട്ട് തോന്നും. അവിടുന്ന് ഓടി ഒളിക്കുന്ന ഒരു സ്ഥലമാണ് റിലീജിയൻ പറഞ്ഞ ദൈവം. എനിക്ക് എൻ്റെ വിശ്വാസം മതി, എനിക്കിങ്ങനെ വിശ്വസിക്കുന്നതാണ് എനിക്ക് എളുപ്പം എന്ന് വിചാരിച്ച് പോകുന്നവർക്ക് അങ്ങനെയും പോവാം. ലൈഫിലൊരു മാറ്റവും വരില്ല. കാര്യം നിങ്ങളുടെ ഉള്ളിൽ ദൈവമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്ത് വിളിക്കുന്നു. നിങ്ങൾക്കുള്ളിലാണ് നിങ്ങൾക്ക് ആ ശക്തി ദൈവം തന്നേക്കുന്നത്. നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ സത്യം തന്നേക്കുന്നത് അത് കണ്ടെത്തേണ്ടത് ഉള്ളിലാണ്. അപ്പോൾ നിങ്ങളത് പുറത്തൊരു പേരിട്ടിട്ട് പുറത്തൊരു വ്യക്തിക്ക് ദൈവം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. അതാണ് ബുക്കിലും പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞത്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാമെന്ന് പറഞ്ഞു. എങ്ങനെ? കാര്യം എൻ്റെ ഉള്ളിലുള്ള അതേ എനർജി തന്നെയാണ്, അതേ ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ളത്. നിങ്ങളും എന്നെപ്പോലെ, നിങ്ങളെ യേശുക്രിസ്തു വിളിച്ചത് നമ്മളെ ഉയർന്ന ആൾക്കാർ താഴ്ന്ന ആൾക്കാരെന്നല്ല, ഈക്വൽസ് എന്നാണ് വെച്ചാൽ നമ്മളെല്ലാവരും ഒന്നാണെന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ ദൈവമാണല്ല നിങ്ങളെല്ലാം എന്നെക്കാട്ടിയും കുറഞ്ഞ ആൾക്കാരെന്നല്ല പറഞ്ഞത്, നമ്മളെല്ലാം ഒന്നാണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? നമ്മളെല്ലാം വിശ്വസിക്കുന്നു യേശുക്രിസ്തു ദൈവമായിരുന്നു വിശ്വസിക്കുന്നു. അമാനുഷിക ശക്തികളുണ്ടായിരുന്നു, പലരെ സുഖപ്പെടുത്തി ഉള്ള കഥകളെല്ലാം നമ്മൾ വായിക്കുന്നതൊക്കെ കറക്റ്റാണ്. എങ്ങനെ ഈ ശക്തി എവിടുന്ന്? എന്തുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങൾ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാമെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് പറഞ്ഞു? കള്ളം പറയത്തില്ല, കള്ളം പറയുന്നൊരു വ്യക്തിയല്ല അത്, അതും സിംബോളിക്കല്ല. നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞു. കാണിച്ചു തരാൻ നോക്കിയത് നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ ശക്തി എന്താണെന്നാണ്. തൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ അതേ ശക്തി അത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്നും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്.